നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ ക്യുക്ക് സെറ്റിംഗ്സിനകത്ത് നിങ്ങൾക്ക് ക്യുക്ക് ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ചില ഫോണുകളിൽ നിയർ ബൈ ഷെയർ എന്നായിരിക്കും ഇതിൻ്റെ പേരുണ്ടാവുക. ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ നിന്ന് മറ്റൊരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലേക്ക് വളരെ വേഗത്തിൽ ഫയലുകൾ ഷെയർ ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ നമ്മളെ സഹായിക്കുന്നത്. അതായത് ഒരുപാട് ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേര് പോലെ തന്നെ വളരെ പെട്ടെന്ന് മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ അവർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫയൽ ഷെയർ ഇറ്റ്, ഷെയർ മീ, എക്സെൻഡർ പോലെയുള്ള പഴയ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത്തരം ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇതുപോലെ ഫോട്ടോ വീഡിയോ ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ആൻഡ്രോയിഡ് യൂസറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഫോണിലെ ക്യുക്ക് ഷെയറിലൂടെ തന്നെ നമുക്ക് ഫയലുകൾ അതിവേഗത്തിൽ പരസ്പരം ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതൊക്കെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഞാൻ തന്നെ വർഷങ്ങൾക്ക് മുൻപേ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഫോണിലെ ക്യുക്ക് സെറ്റിംഗ്സിനകത്താണ് ക്യുക്ക് ഷെയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ചില ഫോണിൽ ഞാൻ പറഞ്ഞല്ലോ നിയർ ബൈ ഷെയർ എന്നാണ് ആ ഓപ്ഷൻ്റെ പേരുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ക്യുക്ക് സെറ്റിംഗ്സിനകത്ത് എവിടെയെങ്കിലായിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെയൊന്നും കാണുന്നില്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ക്യുക്ക് സെറ്റിംഗ്സിനകത്ത് ആഡ് ചെയ്യുന്ന ഓപ്ഷനിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണ്. അതുപോലെ ചില ഫോണുകളിൽ ക്യുക്ക് ഷെയറിന് പേരൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ ഐക്കൺ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം ക്യുക്ക് ഷെയറിൻ്റെ ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. പിന്നെ ആദ്യ തവണ ചെയ്യുമ്പോൾ ചില പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഈ പേജിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. ബ്ലൂടൂത്തിലൂടെയല്ല നമ്മൾ ഫയൽ സെൻഡ് ചെയ്യുന്നത്, നമുക്കിത് സ്കാൻ ചെയ്യാൻ മാത്രമാണ്. ഇനി നിങ്ങൾക്ക് താഴെ റിസീവ്ഡ്, സെൻഡ് രണ്ട് ഓപ്ഷൻ കാണാം. ഓൾറെഡി അത് റിസീവ്ഡിലാണ് ഉണ്ടാകുക. നിങ്ങൾക്ക് റിസീവ് ചെയ്യണമെങ്കിൽ, അതായത് മറ്റൊരാളിൽ നിന്ന് ഫയൽ ശേഖരിക്കേണ്ടതാണെങ്കിൽ റിസീവ് ഓപ്ഷനാണ്. അല്ല നിങ്ങൾക്ക് സെൻഡാണ് ചെയ്യേണ്ടതെങ്കിൽ രണ്ടാമത്തെ സെൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സെൻഡ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫയൽ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഇതുപോലെ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ആകും. അതിൽ നിന്ന് സിനിമയാണോ, വീഡിയോ ആണോ, ഫോട്ടോ ആണോ, മ്യൂസിക് ആണോ, എന്താണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. എത്ര ഫയൽ വേണമെങ്കിലും ഒരുമിച്ച് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുമിച്ച് മാർക്ക് ചെയ്തിട്ട് മുകളിൽ സെലക്ട് ബട്ടൺ കാണാം. സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ 4 ഫയലുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാം 4 ഫയൽ ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നാണ് ഫോട്ടോ വീഡിയോ ഒക്കെ സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഏതൊക്കെ ഫോട്ടോ ആണ്, ഏതൊക്കെ വീഡിയോ ആണ് അത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ സെൻഡ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് താഴെ നിങ്ങൾക്ക് ക്യുക്ക് ഷെയറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. താഴെ ഇവിടെ കാണുന്നില്ലെങ്കിൽ താഴെ ഓപ്ഷൻ നോക്കിയാൽ മതി. എന്തായാലും നിങ്ങൾക്ക് ക്യുക്ക് ഷെയറിൻ്റെ ഓപ്ഷൻ കൂടി കാണുന്നതാണ്. അങ്ങനെയും സെൻഡ് ചെയ്യാം. ഇതുപോലെ ഏതു മാർഗ്ഗത്തിലൂടെയും എന്ത് ഫയലും നിങ്ങൾ മാർക്ക് ചെയ്ത് സെൻഡ് ചെയ്യുന്ന സമയത്ത് ക്യുക്ക് ഷെയറിൻ്റെ ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഫയൽ മാനേജറിലൂടെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 4 ഫയൽ ഓൾറെഡി സെലക്ട് ചെയ്തല്ലോ. ഇനി ഏത് ഫോണിലേക്കാണോ ആ ഫയലുകൾ അയക്കേണ്ടത് ആ ഫോണിൻ്റെയും ക്യുക്ക് ഷെയർ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. നേരത്തേതുപോലെ തന്നെ ബ്ലൂടൂത്ത് കൂടി ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ഫോണിൻ്റെ വിവരങ്ങൾ സ്കാൻ ചെയ്ത് നമ്മുടെ ഫോണിൽ ഇതുപോലെ കാണിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ രണ്ടാമത്തെ ഫോണിൽ ഇതുപോലൊരു പിന്ന് കാണിക്കുന്നതാണ്. അത് ആക്സെപ്റ്റ് ചെയ്യുന്നതോടെ നമ്മുടെ ഫോണിലുള്ള ഫയൽ രണ്ടാമത്തെ ഫോണിലേക്ക് സെൻഡ് ആയിക്കൊള്ളും. ഇപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത ഫയൽ രണ്ടാമത്തെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് റിസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ റിസീവ് ആയി കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ ഷെയർ ഇട്ടും എക്സെൻഡറും ഷെയർ മീ ഒക്കെ ഉപയോഗിച്ച് സിനിമകളും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇതുവഴി നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പരസ്പരം ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ആദ്യ തവണ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. ഇനി എന്തെങ്കിലും കാരണവശാൽ സെൻഡ് ചെയ്യേണ്ട ഫോണിൻ്റെ വിവരങ്ങൾ നമ്മുടെ ഫോണിൽ കാണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫോണിൽ QR കോഡ് ഓപ്ഷൻ കൂടിയുണ്ട്. ജസ്റ്റ് ആ QR കോഡിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ QR കോഡ് കാണിക്കും. രണ്ടാമത്തെ ഫോണിൽ നിന്ന് അത് ക്യാമറ വഴി അല്ലെങ്കിൽ QR കോഡ് സ്കാനർ വഴി അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ ക്യാമറ ഓപ്ഷൻ ഉണ്ടല്ലോ, അതുവഴിയൊക്കെ നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് പരസ്പരം ഫയൽ ഷെയർ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.